ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെറുപ്പകാലത്തൊക്കെ നിറയെ താളിയൊക്കെ തേച്ചിട്ടാണല്ലേ കുളിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മളെല്ലാം ഷാമ്പു ആക്കി. അപ്പം ചെമ്പരത്തി താളിയുടെ രൂപത്തിൽ ഷാമ്പു എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ മുത്തുമണിക്ക് ഒരു താളി തേച്ച് കുളിപ്പിച്ചാലോ എന്ന് വിചാരിച്ചു. അതിന് ഞാൻ ഉലുവയും റോസ്മേരീൻ്റെ ഇലയും കൂടി ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഞാൻ കുറച്ച് ചെമ്പരത്തി ഇലയും പൂവും ഒക്കെ ആയിട്ട് ഒരു കഷ്ണം കറ്റാർവാഴയും എടുത്തിട്ട് ഞാൻ മുറിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത്. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തതാട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഉലുവ ഇന്നലെ തലേന്ന് വെള്ളത്തിലിട്ട ഉലുവയുടെ വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് അരച്ചത്. ആ വെള്ളം പോരെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ദേ ഈ പരുവത്തിൽ അരച്ചെടുക്കണം. നമുക്ക് അരിക്കുമ്പോൾ അരിപ്പയിലിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ വരണം, അങ്ങനെ നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു നെറ്റിൻ്റെ ഷാൾ വെച്ചിട്ടാണ് ഞാനിതെല്ലാം അരിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുത്ത് അതിനുശേഷം നന്നായി പിഴിഞ്ഞിട്ട് നല്ല കട്ടിയായിട്ടുള്ള താളിയാണ് കേട്ടോ കിട്ടിയത്. അതിനുശേഷം ബാക്കി നമ്മൾ ആ ഉലുവയിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ബാക്കിയും കൂടി നമ്മൾ അരച്ചെടുത്ത് അതിനുശേഷം നമ്മൾ അതും കൂടി പിഴിഞ്ഞെടുത്ത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. മുത്തുമണി അതിനകത്തിട്ട് കൈയിട്ട് ഇളക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ കുറേ നാൾ കൊണ്ട് പറയുക എനിക്കൊരു താളി തേച്ച് തരണം എന്ന്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ മുത്തുമണീൻ്റെ ഹെയറിൽ നിറയെ എണ്ണ തേച്ച് കൊടുത്ത് കേട്ടോ. നമ്മൾ സാധാരണ വെളിച്ചെണ്ണ, നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ നമ്മൾ തേച്ച് കൊടുത്ത് അതിനുശേഷം നമ്മൾ ഈ താളി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു എന്ന് അവൾ പറയുന്നുണ്ടായിരുന്നു. ബാക്കിയെടുത്ത് ഞാനും തേച്ചായിരുന്നു. അപ്പോൾ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ അധികം ജലദോഷമൊക്കെ പെട്ടെന്ന് വരുന്നവരാണെങ്കിൽ അധികം സമയം വെക്കണ്ട. എന്നാലും മുത്തുമണി ഒരു 20 മിനിറ്റൊക്കെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളത് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കിയപ്പോൾ അതേ ആഫ്റ്റർ ഇഫക്റ്റാണ് കാണുന്നത്. നല്ലതായിരുന്നു കേട്ടോ.